ടിഷ്യൂ പേപ്പറിൽ നല്ല ഒരു പൂ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നീളത്തിനുള്ള ടിഷ്യൂ പേപ്പറാണ്. ഞാനൊന്ന് നിവർത്തി കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും ഇങ്ങനെ നിവർത്തി 2 ലെയറായിട്ട് വയ്ക്കാം. കണ്ടോ, തുല്യമായിട്ട് വയ്ക്കണം. 2 ലെയറായിട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് വച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ഒരു സൈഡ് തിരിച്ച് വീണ്ടും മറു സൈഡ് വീണ്ടും തിരിച്ച് ഇങ്ങനെ ഫുൾ ഇങ്ങനെ എടുക്കണം. ഓക്കെ, ഇങ്ങനെ കിട്ടും. കണ്ടോ, നമ്മൾ മടക്കി വരുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കമ്പി, സെൻറ്ററിലോട്ട് ഈ കമ്പി ഇങ്ങനെ വച്ചിട്ട് തിരിച്ച് ഈ കമ്പി ഒന്ന് വളച്ച് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ടിങ്ങനെ ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ സെൻറ്ററിൽ ഇതായിട്ടുണ്ട്. എന്നിട്ട് ഒരു സിസേഴ്സ് എടുത്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരേ കറക്റ്റ് അളവിന് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി പൂവിലോട്ട് കിടക്കാം. തിരിച്ച് എല്ലാം ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ലെയറായിട്ട്, ഇതിന് ഓരോ 4 ലെയറുണ്ട്. അപ്പോൾ ഓരോ ലെയറായിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചുരുണ്ട് പൂവിൻ്റെ ദളങ്ങൾ പോലെ ഇങ്ങ് വന്നോളും. കണ്ടോ, ഓരോ സൈഡും ഒന്ന് ചരിച്ചെടുത്താൽ മതി. ഒന്നായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സൈഡ് ഒന്ന് എടുത്തു കൊടുക്കാം. രണ്ടാമത്തെ ലെയർ ഒന്ന് എടുത്തു കൊടുക്കാം. ഇത് രണ്ടാമത്തെ ലെയറാണ്. ഈ രണ്ടാമത്തെ ലെയറും ഒന്ന് എല്ലാം വിടർത്തിയെടുക്കുക. ഇതിൽ നിന്ന് വിടുവിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് പൂവിൻ്റെ ദളങ്ങൾ പോലെ നമുക്ക് കിട്ടിക്കോളും. ഇത് കണ്ടോ, ഇത് ഏറ്റവും വില കുറഞ്ഞ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇത് നമുക്ക് പൂവ് ഉണ്ടാക്കാനായിട്ടാണ്. ഒരുപാട് കൂടിയതൊന്നും എടുക്കണ്ട. അടുത്ത ലെയർ എടുക്കാം. കണ്ടോ, മൂന്ന് ലെയർ ആയിട്ടുണ്ട്. ഒരു സൈഡിൽ 3 ലെയറായി. ഇനി അടുത്തത് നാലാമത്തതും കൂടെ ഇതിലോട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. കണ്ടോ, ഇനി മറു സൈഡിലതും അതുപോലെ ഒന്ന് വിടുവിച്ചെടുക്കാം. ആദ്യം ഒരു ലെയർ എടുക്കാം. കണ്ടോ, അങ്ങനെ നമുക്ക് ഈ രണ്ടാമത്തെ സൈഡിലെയും എല്ലാ ലെയറും ഇത് ഓരോന്നിൽ നിന്നും വിടിയിച്ചെടുക്കാം. കണ്ടോ, ഒരു ലെയർ വന്നിട്ടുണ്ട്. അടുത്ത ലെയർ എടുക്കാം. ഓരോന്നും ഇങ്ങനെ വിടിയിച്ചെടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ. നമ്മുടെ പൂവിൻ്റെ ദളങ്ങൾ നമ്മൾ വിടർത്തിയെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് എടുക്കാം. മൂന്നാമത്തതും എടുത്തു, രണ്ടാമത്തത് എടുത്തു. ഇനി ഇതിൻ്റെ 2 ലെയറും കൂടെ ഉണ്ട്. കണ്ടോ, നാല് ലെയറും എടുത്തിട്ടുണ്ട്. അടിപൊളി പൂവ് നമ്മുടേത്
റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി അടുത്തതും എടുക്കാം, ഒന്നുകൂടെ ചെയ്യാം. ഇതിവിടെ ഇരുന്നോട്ടെ. രണ്ടാമത്തതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ആദ്യത്തേതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ ചുറ്റിയെടുത്തിട്ട് ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ലെയറാണിത്. ഇനി മൂന്നാമത്തെ ലെയർ എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ലെയറായിട്ട് വരും എടുക്കുമ്പോൾ തന്നെ. കണ്ടോ. നാലാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ദാ 2 പൂവായിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കാം, കുറച്ചുകൂടെ പൂവുണ്ടാക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കളറ് കൊടുക്കാം. ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ ഇതിന് കൊടുക്കാം. 3 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ ചെറിയ ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. വേണമെങ്കിൽ മതി. വൈറ്റ് പൂ വേണമെങ്കിൽ വൈറ്റ് ആക്കാം. ഞാൻ ഇതിന് ഒരെണ്ണത്തിന് ചെറിയ ഒരു ഷെയ്ഡ് ഇതാ കൊടുക്കുന്നുണ്ട്. കണ്ടോ. അങ്ങനെ നമ്മുടെ 3 പൂവും റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത ചെറിയ പൂവ് ഉണ്ടാക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഞാനിപ്പോൾ ഇത് 3 കൂടെ ഒരുമിച്ച് കോർത്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, അടിപൊളി പൂവ്. വേണമെങ്കിൽ ഇതിൽ ഷേപ്പ് ചെയ്യാം. നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കനം കുറച്ച് വേണമെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ പൂവാവും, കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ അത് അടുത്ത ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ചെറിയ പൂവ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.